നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ നിമിഷം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ദിനം ഇന്ന് 2026 ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച, അതായത് 1201 ഇടവ മാസം 24-ാം തീയതി. ഇന്ന് ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. ഇന്നത്തെ സൂര്യോദയം കാലത്ത് 6:04 ഉദയം, അസ്തമയം 6:42 തൃശ്ശൂരിൽ. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്. ഇനി അങ്ങനെ ക്രമേണ ചന്ദ്രൻ എന്ത് ചെയ്യും? തൻ്റെ പക്ഷബലം നശിച്ച് അമാവാസിയിലേക്ക് വരും. ചന്ദ്രന് പക്ഷമാണ് ബലം. പക്ഷോദ്ഭവം ഹിമകരസ്യ വിശിഷ്ടമാഹു. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ് പക്ഷബലം. കറുത്ത പക്ഷത്തിലെ ചന്ദ്രന് അതിലെ രശ്മികൾക്ക് വീര്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ അമാവാസി കറുത്ത വാവ് പുലരുന്നു. കറുത്ത വാവിൻ്റെ അന്ന് ജനിച്ച കുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം അരിഷ്ടതകൾ നാം കാണാറുണ്ട്. ഇന്നത്തെ നക്ഷത്രം കാലത്ത് 8 മണി വരെ അവിട്ടം നക്ഷത്രവും 8 മണിക്ക് ശേഷം ചതയം നക്ഷത്രവുമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. പലപ്പോഴും ജാതകത്തിൽ നാം കാളസർപ്പയോഗം കാണാറുണ്ട്. അങ്ങനെ കാളസർപ്പയോഗമുള്ള വ്യക്തികളെല്ലാം തന്നെ സാധാരണയായി ഒന്നുകിൽ കാളഹസ്തിയിൽ പോയി അവിടെ സർപ്പബലി ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു കാളസർപ്പ യോഗത്തിന് വളരെ ഉത്തമമായ ക്ഷേത്രമാകുന്നു കർണാടകയിൽ മംഗലാപുരത്ത് നിന്നും 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന സുബ്രഹ്മണ്യം. കേരളത്തിൽ വടക്ക് നമുക്ക് കയ്യത്ത് നാഗമുണ്ട്, തളിപ്പറമ്പിൽ പെർളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, വടകര മേമുണ്ട മഠമുണ്ട്. പിന്നീട് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ പോവുകയാണെങ്കിൽ മണ്ണാർശാല, വെട്ടിക്കോട്ട്, തൃശ്ശൂർ ജില്ലയിൽ പാമ്പുമേക്കാവ്, ഇപ്രകാരം തിരുവനന്തപുരം പോയാൽ അനന്തൻകാട് മുതലായ സർപ്പ സങ്കേതങ്ങൾ ധാരാളമുണ്ട്. നാഗർകോവിലും നാഗക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അതിനാൽ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനികളാൽ ഇന്നത്തെ ദിനം മുഖരിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് കരണം വിഷ്ടികരണമാണ്. ഇന്ന് 3 മണിവരെ വിഷ്ടികരണമാണ്. വിഷ്ടികാലത്ത് ചെയ്യുന്ന ഒരു കർമ്മവും ശുഭമാകില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് വിഷ്ടികരണം കഴിഞ്ഞ് 3:05 മുതൽ 4 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.